everyone, welcome to Kids Area Online. 7ാം ക്ലാസ്സിൽ ഇന്ന് അടിസ്ഥാന പാഠാവലി എക്സാം ആയിരുന്നു അല്ലേ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കൽ കൂടി നോക്കാം. അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിന്റെ ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. LKG UKG ക്ലാസ്സസ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഓക്കെ, 7ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അടിസ്ഥാന പാഠാവലി 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, 6 പ്രവർത്തനങ്ങൾ. അതിൽ ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും ചെയ്യാനുള്ളതാണ്. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതണം. എന്നാൽ മാത്രമേ ഫുൾ മാർക്സും കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രവർത്തനം 1 നിർബന്ധമായിട്ടും എഴുതാനുള്ളതാണ്. 1ാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? വായിക്കാം, എഴുതാം. ചിറ്റാടയും വയൽപ്പൂക്കളും പിന്നെ തിളങ്ങുന്ന കുറെ ഓർമ്മകളും. നാരായണൻ കാവുമ്പായുടേതാണ്. പള്ളിക്കുന്നിലെ തിണക്കൽ തറവാട്ടിൽ അച്ഛന്റെ വിയോഗം തീർത്ത വറുതിയുടെ നാളുകൾ. വയറു നിറയെ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങൾ എത്രയായി? ഉള്ളുപിടയുന്ന ആയുധയുമായി അമ്മ, നെടുവീർപ്പുമായി അരികിൽ സഹോദരങ്ങൾ. തിണക്കൽ പത്മനാഭൻ നായർ ലോകം ആദരിക്കുന്ന ടി പത്മനാഭൻ എന്ന എഴുത്തുകാരനായതിനു പിന്നിൽ നീന്തിക്കടന്ന ദുരിതക്കടലുകൾ ഏറെയാണ്. പത്മനാഭന്റെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടിയുണ്ട്. അവൻ ഒഴുക്കിയ കണ്ണുനീരിന്റെ ഉപ്പ് രസമുണ്ട്. ആ ലവണാംശമാണ് പത്മനാഭൻ എഴുതിയ കുട്ടികൾ പ്രധാന കഥാപാത്രമായി വരുന്ന കഥകളിൽ പല രീതിയിൽ നാം അനുഭവിക്കുന്നത്. ബാലകൗമാര മനസ്സുകളുടെ അനുഭവ പ്രപഞ്ചത്തിലേക്കുള്ള ജാലകം മലയാള ചെറുകഥയിൽ ആദ്യം തുറന്നിട്ടത് പത്മനാഭനാണ്. മഞ്ഞ നിറമുള്ള റോസാപ്പൂവ്, അന്തിവെളിച്ചം, അശ്വതി, ശിശുദിനം, വനവാസം, ഒരു കൊച്ചു ചങ്ങാതി, ഒരു ചെറിയ കഥ, ഗോട്ടി, ഒടുവിലത്തെ താവളം, വീട് നഷ്ടപ്പെട്ട ഒരു കുട്ടി, പഴയ ഓർമ്മകൾ, പുതിയ സ്വപ്നങ്ങൾ തുടങ്ങി മികച്ച ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ഭാഗമാണ്. ഇതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളാണുള്ളത്. 1ാമത്തെ ചോദ്യം, അച്ഛന്റെ വിയോഗം തിണക്കൽ തറവാടിനെ ബാധിച്ചത് എങ്ങനെയാണ്? അതിൽ തന്നെ മനസ്സിലാവും. വറുതിയുടെ നാളുകൾ. വറുതിയുടെ നാടുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നെടുവീർപ്പാണോ, പട്ടിണിയാണോ, രോഗമാണോ, ഒറ്റപ്പെടലാണോ? ശരിയായ ഉത്തരം എന്താ? പട്ടിണി. 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി, പട്ടിണിയാണ് 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 2ാമത്തെ ചോദ്യം, കണ്ണുനീരിന്റെ ഉപ്പ് രസം കൊണ്ട് അർത്ഥമാകുന്നതെന്ത്? എന്താണ് കണ്ണുനീരിന്റെ ഉപ്പ് രസം കൊണ്ട് അർത്ഥമാകുന്നത്? എന്താണ് ഇവിടെ പറയുന്നുണ്ടല്ലോ? അവൻ ഒഴുക്കിയ കണ്ണുനീരിന്റെ ഉപ്പ് രസമുണ്ട്. പത്മനാഭന്റെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടിയുണ്ട്. ആ കുട്ടി എന്ന് പറഞ്ഞാൽ മുകളിൽ പറയുന്നത് അവൻ ഒഴുക്കിയ കണ്ണുനീരിന്റെ ഉപ്പ് രസമുണ്ട്. എന്താണ് കാര്യം? നിർത്താനാകാത്ത കരച്ചിലാണോ? ദുരിതപൂർണമായ ബാല്യമാണോ? രുചിയില്ലാത്ത ഭക്ഷണമാണോ? കണ്ണുനീരിന് ഉപ്പിന്റെ രുചിയുണ്ട്. അതാണ് ഉത്തരം. ഏതാ? ദുരിതപൂർണമായ ബാല്യം. അപ്പം 1ാമത്തെ ചോദ്യത്തിനും ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ാമത്തെ ചോദ്യത്തിനും ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശരിയായിട്ടുണ്ടല്ലോ എല്ലാവർക്കും? 3ാമത്തെ ചോദ്യം, കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളാകുന്ന പത്മനാഭന്റെ കഥകൾ ഏത്? ഓപ്ഷൻ എ അന്തിവെളിച്ചം, അശ്വതി, വനവാസം. ഓപ്ഷൻ ബി അന്തിവെളിച്ചം, അശ്വതി, കടൽ തീരത്ത്. ഓപ്ഷൻ സി അശ്വതി, അന്തിവെളിച്ചം, രാമച്ചി. ഓപ്ഷൻ ഡി കടൽ തീരത്ത്, വനവാസം, രാമച്ചി. ഇതിൽ പത്മനാഭന്റെ കഥകളല്ലാത്തത് ഏതൊക്കെയാണ്? കടൽ തീരത്ത് പത്മനാഭന്റെ കഥയല്ല, കടൽ തീരത്തില്ല. രാമച്ചിയും പത്മനാഭന്റേതല്ല. അപ്പോൾ രാമച്ചിയും കടൽ തീരത്ത് വരുന്നതും രണ്ടും ഇതിൽ വരില്ല. ഇതിൽ കടൽ തീരത്തും രാമച്ചിയും വരുന്നുണ്ട്, ഇതല്ല. രാമച്ചി ഇതിൽ വരുന്നുണ്ട്, ഇതില്ല. കടൽ തീരത്ത് ഇതിൽ വരുന്നുണ്ട്, ഇതല്ല. അന്തിവെളിച്ചം പത്മനാഭന്റേതാണ്, അന്തിവെളിച്ചം. അശ്വതിയും പത്മനാഭന്റേതാണ്. വനവാസം പത്മനാഭന്റേതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ശരിയല്ലേ? യെസ്. 4ാമത്തെ ചോദ്യം, കുട്ടികളുടെ അനുഭവങ്ങളെ പത്മനാഭൻ സർഗാത്മകമായി അവതരിപ്പിച്ചത് എവിടെ? കുട്ടികളുടെ അനുഭവങ്ങളെ എവിടെയാണ് അവതരിപ്പിച്ചത്? ഇവിടെയുണ്ട്. ബാലകൗമാര മനസ്സുകളുടെ അനുഭവ പ്രപഞ്ചത്തിലേക്കുള്ള ജാലകം മലയാള ചെറുകഥയിൽ ആദ്യം തുറന്നിട്ടത് പത്മനാഭനാണ്. അപ്പൊ എന്തിലാണ്?
ചെറുകഥയിൽ. എന്താണ്? ചെറുകഥയിൽ. ഓക്കെ, അതും കറക്റ്റ് ആണല്ലോ. യെസ്. അവസാന ചോദ്യം, 5ാമത്തെ ചോദ്യം. എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നതിൽ അനുഭവങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന പ്രസ്താവന ഡി പത്മനാഭന് പ്രസക്തമാകുന്നത് എപ്പോഴാണ് എഴുത്തുകാരൻ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഡി പത്മനാഭൻ എഴുത്തുകാരനായതിന് പിന്നിൽ നീന്തിക്കടന്ന ദുരിതക്കടലുകൾ ഏറെയാണ്. എന്താണ് ദുരിതക്കടലുകൾ? അച്ഛൻ്റെ വിയോഗത്താൽ വന്ന പട്ടിണി. അപ്പോൾ എന്താണ്? അച്ഛൻ്റെ വിയോഗം ഓർക്കുമ്പോൾ. 1ാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. എഴുത്തുകാരനായി അറിയപ്പെട്ടപ്പോൾ അല്ല, കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന രചനകൾ പരിശോധിക്കുമ്പോൾ അല്ല, അമ്മയും സഹോദരങ്ങളെയും കാണുമ്പോൾ അല്ല, അച്ഛൻ്റെ വിയോഗത്താൽ വന്ന വറുതിയുടെ നാളുകൾ. അതാണ് ഒരു എഴുത്തുകാരനായി രൂപപ്പെടാനുള്ള ആ ഒരു അനുഭവമാണ്. ഓക്കെ, അപ്പോൾ 5 ചോദ്യങ്ങൾക്കും എല്ലാവരും ശരിയായ ഉത്തരം എഴുതിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യം പ്രവർത്തനം 2 ആണ്. പ്രതികരണ കുറിപ്പാണ്. അടുത്തത് പ്രതികരണ കുറിപ്പായിരുന്നു. അതിൽ എ നൽകിയിട്ടുള്ളത് കാടുകാക്കും കാട്ടുമക്കളെ, കാടിനുയിരാം കാട്ടുമക്കളെ, കാട് പോറ്റിയ കാട്ടുമക്കളെ, ചേർന്നു നിൽക്കണം നമ്മളെന്നും. ഈ വരികളും നഞ്ചിയമ്മ പറഞ്ഞ കാര്യങ്ങളും പരിഗണിച്ച് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. നഞ്ചിയമ്മ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ കവിതയിൽ പറയുന്ന കാര്യങ്ങൾ. കാടുകാക്കും കാട്ടുമക്കളെ, അതിൽ തന്നെ നമുക്ക് അറിയാം കാട് ആരുടേത്, കാട് ആരുടേതാണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. കാടെന്ന് പറയുന്നത് എന്താ? കാടിനൊരു ഭാഷയുണ്ട്. അവിടെ വൻമരങ്ങളും അനവധി ജന്തുക്കളും സസ്യജാതികളും അത് എല്ലാം ഉണ്ട്. കാട് ഉണ്ടാക്കിയതല്ല, കാട് സ്വന്തമായി സ്വയം ഉണ്ടായതാണ്. കാട് സ്വയം ഉണ്ടായത്. അപ്പൊ കാടിലുള്ളതെല്ലാം കാടിൻ്റെതാണ് അങ്ങനെ പറയുന്നുണ്ട്. ഇവർ വളർന്ന കാടാണ്. അപ്പോൾ കാടിനെ ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യണം? ഒരുമിച്ച് നിന്ന് നമ്മൾ പോറ്റണം. അതായത് അവിടെ നടക്കുന്ന വനനശീകരണവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല. കാട്ടുമക്കളെ പറ്റി നഞ്ചിയമ്മ ഇങ്ങനെ പറയാൻ കാരണം എന്താ? പാട്ട് പഠിക്കേണ്ട എന്ന് പറയാനുള്ള കാരണം അതാണ് ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ. അറിയാം, കാടിന് ഒരു ഭാഷയുണ്ട്, കാടിന് കവിതകളുണ്ട്, കഥകളുണ്ട്, വിത്തുകൾ വീണ് മുളച്ചതും ചാഞ്ഞു മുളച്ചതും അങ്ങനെ എല്ലാം ആയി വളർന്ന ഒരു കാട്. കാട് ആരും നട്ടതല്ല, സ്വയം ഉണ്ടായതാണ് അല്ലേ. അപ്പോൾ പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട്. ആ കാട്ടിൽ കിളികൾ എന്ത് ചെയ്യുന്നുണ്ട്? പാടുന്നുണ്ട്. കാട്ടുമക്കൾ ഉറങ്ങിയ കാടാണ്, അവർ വളർന്ന കാടാണ്, അവർ അതിൽ തന്നെ അവരെ സംരക്ഷിച്ച കാടാണ്, അവർ നന്നായി വളർന്ന കാടാണ്. ഇങ്ങനെ കേവലം കണ്ണുകൊണ്ട് കാണാൻ മാത്രം പറഞ്ഞു വെച്ച ഒരു കഥ പോലെ കഥ ഇവിടെ കാടിനെ പറ്റി പാടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവർ അതിനുള്ളിലായതുകൊണ്ട് അവർക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതിനുള്ളിൽ അവർ ജീവിച്ചവരാണ്. അപ്പോൾ ആ ഒരു കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതികരണക്കുറിപ്പ് എഴുതാനുള്ളതായിരുന്നു പ്രവർത്തനം 2. 3ാമത്തെ പ്രവർത്തനം നിവേദനമായിരുന്നു. നാട്ടിലെ പൊതു വായനശാലകളെ നിങ്ങൾക്ക് പരിചയമില്ലേ? പബ്ലിക് ലൈബ്രറീസ്. സ്കൂളിലെ കൂട്ടുകാർക്ക് സൗകര്യപ്രദമായി പൊതുവായനശാല ഉപയോഗിക്കാൻ അവസരം അഭ്യർത്ഥിച്ചുകൊണ്ട് വായനാശാല സെക്രട്ടറിക്ക് നൽകാൻ നിവേദനം തയ്യാറാക്കുക. എങ്ങനെ നിവേദനം തയ്യാറാക്കണം? ഇവിടെ വായനശാല സെക്രട്ടറിക്കാണ്. അപ്പോൾ വായനശാല സെക്രട്ടറിക്ക് നൽകുന്ന നിവേദനം എന്ന് ആദ്യം വലിയ അക്ഷരത്തിൽ നല്ല ബോൾഡായിട്ട് എഴുതുക. വായനശാല സെക്രട്ടറിക്ക് നൽകുന്ന നിവേദനം. താഴെ സർ എന്നെഴുതി ഒരു കോമ കൊടുക്കുക. ഇന്ന പ്രദേശത്ത് ഇവിടെ താമസിക്കുന്ന ഇങ്ങനെയുള്ള ഈ സ്കൂളിലെ കുട്ടികൾക്ക്, ഇന്ന പ്രദേശത്ത് ഇന്ന സ്ഥലത്തുള്ള ഈ സ്കൂളിലെ കുട്ടികൾക്ക് എന്ത് വേണം? പൊതുവായനശാല ഉപയോഗിക്കാൻ അവസരം ചോദിച്ചുകൊണ്ട് നൽകുന്ന നിവേദനം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക. അവസാനം എന്താണ്? എഴുതിയ തീയതി, ആരാണ് എഴുതിയത്, സ്കൂളിലെ കുട്ടികൾ, അപ്പോൾ ആ പേര്, ഒപ്പ് അതൊക്കെ ചേർത്ത് എഴുതുന്നതാണ് നിവേദനം. എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ. പ്രവർത്തനം 4 ആസ്വാദന കുറിപ്പാണ്. ഇവിടെ ഒരു യദു കൃഷ്ണന്റെ ഉച്ചക്കഞ്ഞി എന്നൊരു കഥയുണ്ട്. ഈ കഥയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഇന്ന് എന്തു പറ്റി? ഉഷാറായി വർക്ക് ചെയ്തു വന്നിരുന്ന ജോസ് ഇന്ന് വർക്കേ ചെയ്തില്ല. മടിയൻ കുഞ്ചു. എണീക്ക്, സൗദാമിനി ടീച്ചർ 2 പേട കൊടുത്തു. പഠിക്കാൻ സമയം കിട്ടിയില്ല, 2 ദിവസം ഒഴിവായിരുന്നല്ലോ. കളിയാക്കിക്കൊണ്ട് ഹംസ മാഷ് ഒരു നുള്ളു പാസാക്കി. ഇന്നലെ രാത്രി പണിയെടുക്കാൻ പോയിരുന്നോ? ഉറക്കം തൂങ്ങി. ചന്ദ്രൻ മാഷ് ചെവി പിടിച്ചു തൂക്കി. ഇന്റർവെല്ലിന് ക്ലാസ്സിലൊരു കരച്ചിൽ. കുട്ടികൾ ആരുമല്ല കരയുന്നത്. പിന്നെ ഒടുവിൽ കണ്ടെത്തി ജോസിന്റെ ബാഗിൽ നിന്നാണ്. അവൻ എവിടെ പോയി?
അവസാനം ഒരുത്തൻ ബാഗ് തുറന്നു, ഒറ്റച്ചാട്ടം ഒരു കാറിലും. എനിക്ക് ചോറും പയറും വേണേ. ജോസിന്റെ ചോറ് പാത്രം വല്ലതും കണ്ടിട്ട് 2 ദിവസമായിരുന്നു. അപ്പോൾ ഇത് യദുകൃഷ്ണൻ എഴുതിയ ചെറിയൊരു കഥയാണ്. ഈ കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുക. അപ്പോൾ യദുകൃഷ്ണൻ എഴുതിയ ഉച്ചക്കഞ്ഞി എന്ന കഥയിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആസ്വാദനക്കുറിപ്പ് എഴുതാനുള്ളതായിരുന്നു പ്രവർത്തനം 4. ഇനി 5ാമത്തെ പ്രവർത്തനം ഉപന്യാസമാണ്. ക്വസ്റ്റ്യൻ ഉപന്യാസമാണ്. സന്തോഷവും സൗന്ദര്യവും സങ്കടവും പങ്കുവയ്ക്കുന്ന ഫാത്തിമ തുരുത്ത് പരിചയപ്പെട്ടല്ലോ. നിങ്ങൾക്ക് അവിടെയൊന്ന് പോകാൻ തോന്നിക്കാണുമല്ലേ? ഫാത്തിമ തുരുത്തിലെ കാഴ്ചകളെ വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. അപ്പൊ എങ്ങനെ ഉപന്യാസം തയ്യാറാക്കാം? ഫാത്തിമ തുരുത്ത് എന്ന കവിത പ്രകൃതിയുടെ മനോഹാരിതയും തുരുത്തിൽ ജീവിക്കുന്ന ജീവികളുടെ സന്തുലിതമായ അവസ്ഥയും അന്യവൽക്കരിക്കപ്പെട്ട കുറച്ച് മനുഷ്യരുടെ ജീവിതവും എല്ലാം ചേർന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതേണ്ടതാണ്. ഓപ്ഷൻ എ വന്നത്. ഓപ്ഷൻ ബി, രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് കൈവിളക്കാവുന്നത് എന്ത്? ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. കാരണം ഈ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് കൈവിളക്കാവുന്നത് എന്താണ്? മഴപ്പെരുമ്പറയാണോ, പൂനിലാവാണോ, ജീവിത ഔഷധം നിറച്ച സ്നേഹമാണോ, മുകിലുകളാണോ? എന്താണ്? യെസ്, വെരി ഗുഡ്. ജീവിത ഔഷധം നിറച്ച സ്നേഹം. എന്താണ്? ജീവിത ഔഷധം നിറച്ച സ്നേഹമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇനി 6ാമത്തെ ചോദ്യം. അതിൽ ചോദ്യം കാർട്ടൂൺ വിശകലന കുറിപ്പ്. ഒരു കാർട്ടൂൺ ഇവിടെ നൽകിയിട്ടുണ്ട്. JCB ഉണ്ട്, എല്ലാം നശിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അവസാനം JCB എന്ത് പറയുന്നു? എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും, ഒടുവിൽ ഈ നാട് ദുരന്ത ഭൂമിയാകുമ്പോൾ എന്നെ ശപിക്കും. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. JCB കൊണ്ട് ചെയ്യിക്കും, എന്നിട്ടോ ഈ നാട് ദുരന്ത ഭൂമിയായിട്ട് മാറും. ഒടുവിൽ ആര് ശപിക്കും എന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഒന്നുകിൽ ഇതിലെ ഡ്രൈവർ ആയിരിക്കാം, അല്ലെങ്കിൽ JCB ആയിരിക്കും. ഇതൊക്കെ എന്താണ് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, കാർട്ടൂൺ വിഷയങ്ങൾ അതങ്ങ് എഴുതുക. ഓപ്ഷൻ ബി വന്നത് പൂച്ചയെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന പ്രസ്താവനയ്ക്ക് യോജിക്കുന്നത് എന്ത്? ഇതെല്ലാവർക്കും അറിയാം. പിടിവള്ളി കൊടുക്കാം, ചെണ്ട കൊട്ടിക്കാം, ഒരു കൈ നോക്കാം, നക്ഷത്രം എണ്ണിക്കാം. ഈ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താ? പൂച്ചയെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന പ്രസ്താവനയ്ക്ക് യോജിക്കുന്നത് എന്താണ്? പിടിവള്ളി കൊടുക്കാം എന്നുള്ളതാണ്. എന്താണ്? പിടിവള്ളി കൊടുക്കാം. പിടിവള്ളി കൊടുക്കാം എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം എന്താണ്? പിടിവള്ളി കൊടുക്കാം എന്നതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് പിടിവള്ളി. അപ്പോൾ പിടിവള്ളി കൊടുക്കാം എന്നതാണ് ഇതിൽ ശരിയായ ഉത്തരം. ഓക്കെ. അപ്പോൾ എല്ലാവരും 7ാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലി എല്ലാ എക്സാം എല്ലാം നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഈസി ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി ക്ലാസ്സസും ചോദ്യപേപ്പറുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും കിഡ്സ് ഏരിയ ഓൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും ഒത്തിരി ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടൊക്കെ വരുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.